ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖാണോ? ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് തംബ്നെയിലിൽ കണ്ട പോലെ വാട്ട് ഐ കുക്ക് ഇൻ എ ഡേയും പിന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വെജിറ്റേറിയൻ ലഞ്ചിൻ്റെ റെസിപ്പിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ പൂജവെപ്പിൻ്റെ ഈ ദിവസങ്ങളിൽ കുട്ടികളൊക്കെ ലീവായിരിക്കും. അപ്പോൾ കുട്ടികളൊക്കെ വീട്ടിലുണ്ടാവുന്ന സമയത്ത് ഇതുപോലൊക്കെ കുക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് സന്തോഷമാവും. അവർ ഏറ്റവും കൂടുതൽ നോൺ വെജൊക്കെ കഴിക്കുന്നവരായിരിക്കും. അവർക്ക് ഇതുപോലെ നോൺ വെജ് ഇല്ലാതെ വെജിറ്റേറിയൻ ലഞ്ച് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ വാട്ടായി കുക്കിനിടേന്ന് കാണിക്കുന്നത് കാരണം തന്നെ രാവിലെ ഞാൻ വെള്ളപ്പവും കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ വെള്ളപ്പമൊക്കെ നമ്മളിതാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടി അമർത്താൻ മറക്കണ്ട കേട്ടോ. പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ആരും ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ കടലക്കറിയുടെ റെസിപ്പിയൊന്നും ഞാനിപ്പോൾ കാണിക്കുന്നില്ല. അപ്പോൾ നമ്മൾ രാവിലെ ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് വെള്ളപ്പവും കടലക്കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ വാട്ട ഈറ്റിനിടെ കാണിക്കുന്നത് പോലെ അത്ര സിമ്പിളായിരുന്നില്ല വാട്ടായി കുക്കിനിടെ കാണിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സംഭവങ്ങളെല്ലാം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഉച്ചയ്ക്കുള്ള ചോറ് വെക്കണം. അപ്പോൾ ചോറിനുള്ള അരിയും കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചോറിലേക്കുള്ള കറിയാക്കാനായിട്ട് നമ്മളിന്ന് മത്തങ്ങ കറിയാണ് കേട്ടോ വെക്കുന്നത്. ഉച്ചക്കലത്തേക്കുള്ള മത്തങ്ങ കറി ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് മത്തങ്ങയൊക്കെ ഇതുപോലെ നുറുക്കിയെടുത്തിട്ടുണ്ട്. കനം കുറച്ചിട്ടാണ് നുറുക്കിയെടുത്തിട്ടുള്ളത്. തൊലിയൊക്കെ കളഞ്ഞ് കനം കുറച്ച് ഇതുപോലെ നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്തതിന് ശേഷം ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. ചീനച്ചട്ടിയോ മൺചട്ടിയോ നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. അതിലോട്ട് ഞാൻ ഒരു തേങ്ങയുടെ 2/2 പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലോട്ട് നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന മത്തങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ നുറുക്കി വെച്ചിട്ടുള്ള കഷ്ണങ്ങളെല്ലാം 2/2 പാലിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുറച്ച് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ അടച്ചു വെച്ച് ഒന്ന് തിളച്ച് വന്നപ്പോൾ നമ്മൾ ആ മൂടിയൊക്കെ തുറന്നൊന്ന് നോക്കി കൊടുക്കണേ. കാരണം തിളച്ച് പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ മൂടിയൊക്കെ തുറന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്കൊരു ചമ്മന്തിയും കൂടെ തയ്യാറാക്കാം. അപ്പോൾ ചമ്മന്തി തയ്യാറാക്കുന്നതിനായിട്ട് നമ്മളിതാ മുളക് ചുട്ടെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ തീയൊക്കെ ചുട്ടെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് ഇതുപോലെയാണ് ഞാൻ ചുട്ടെടുക്കുന്നത്. ശേഷം നമ്മളിതാ മിക്സിയുടെ ജാറിലോട്ട് മുളകും കുറച്ച് നാളികേരം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചുട്ട് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാകത്തിനുള്ള പുളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് തന്നെ അരച്ചെടുത്തോണ്ട് വരാം. അപ്പം നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചുട്ടരച്ച നാളികേര ചമ്മന്തിയും കൂടെ നമ്മൾ ലഞ്ചിനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചമ്മന്തിയൊക്കെ ഒന്ന് റെഡിയായി വന്നപ്പോഴത്തേക്കും നമ്മൾ തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുള്ള മത്തങ്ങയും പച്ചമുളകും ഒക്കെ ഇവിടെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. വെന്ത് കുറുകി ഒക്കെ ശരിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1/4 പാൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വെന്ത് പാകമായിട്ട് വന്നിട്ടുള്ള കറിയിലോട്ട് 1/4 പാലും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കൊന്ന് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. 1/4 പാലൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ചൂടായി വന്നപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയൊക്കെ തണ്ടോട് കൂടി തന്നെയാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഈ കറിയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ചൂടോടെ ആ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ആ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് 2 മിനിറ്റ് നേരം ഇങ്ങനെ തന്നെ ചൂടോടെ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. എന്നിട്ട് സെർവ് ചെയ്യാം. അപ്പം നമ്മുടെ മത്തങ്ങ ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പൊട്ടറ്റോ ഫ്രൈയും കൂടെ തയ്യാറാക്കാം. അതിനായിട്ട് പൊട്ടറ്റോ ഇതുപോലെ നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇതിനിപ്പോൾ ഷേപ്പൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ വട്ടത്തിൽ നുറുക്കിയിട്ടുണ്ട്. ഇതുപോലെയൊക്കെ നുറുക്കിയിട്ടുണ്ട്. കുട്ടികളെ പറ്റിക്കാൻ നമുക്ക് പൊട്ടറ്റോ ഫ്രൈ അവർ ഏത് ഷേപ്പിൽ നുറുക്കിയാലും കഴിച്ചോളും. ഇവിടെ പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടമാണേ. അപ്പോൾ നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന പൊട്ടറ്റോയിലോട്ട് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതിലോട്ട് ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് 1 ടീസ്പൂണോളം കോൺഫ്ലവർ, 2 ടീസ്പൂണോളം അരിപ്പൊടി,
ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 2 ടീസ്പൂണോളം സോയാ സോസും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കാം. അതിലോട്ട് ഈ പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂണോളം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് മൊരിച്ചെടുക്കാനായിട്ട്. പൊട്ടറ്റോ ഫ്രൈ അവിടെ ലോ സിമ്മിലിരുന്ന് ആവുമ്പോഴേക്കും നമുക്കൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്ത് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോൾ നമ്മളിതാ കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ നുറുക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ പറയാട്ടോ. നമ്മൾ ഒരു ഐറ്റം കൂടെ തയ്യാറാക്കുന്നുണ്ട്. അതിലോട്ട് ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം മുളക് പൊടി, 1 വലിയ ടേബിൾ സ്പൂണോളം ചിക്കൻ മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് പൊടികളുടെയൊക്കെ പച്ചമണം മാറി വന്നപ്പോൾ ഞാനിത് അതിലോട്ട് നമ്മൾ കടലക്കറി ഉണ്ടാക്കിയിട്ടില്ലേ രാവിലെ, അതിൽ നിന്നും കുറച്ച് കടല മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള കടലയാണ് കേട്ടോ. അത് മസാലപ്പൊടികളൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നപ്പോൾ നമ്മളിത് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്ത് എടുക്കുക. അപ്പോൾ ഒരു കടല മസാല ഫ്രൈയും കൂടെ തയ്യാറായിട്ടുണ്ട്. കടലയൊക്കെ കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഇതുപോലെ ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ട് കടല ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ കുട്ടികൾ കഴിച്ചോളും. ലഞ്ചിൻ്റെ കൂടെ കടലയൊക്കെ കഴിക്കാത്ത പിള്ളേരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുത്ത് നോക്കണേ. അപ്പോൾ അവർ എന്തായാലും ഇതുപോലെയൊക്കെ ലഞ്ച് കഴിച്ചോളും. അപ്പോൾ നമ്മുടെ ലഞ്ചിൻ്റെ ഐറ്റംസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മത്തങ്ങ കറിയും കടല ഉപ്പേരിയും പിന്നെ പൊട്ടറ്റോ ഫ്രൈയും ചമ്മന്തിയും ഒക്കെ കൂട്ടി നമുക്കൊന്ന് ഊണ് കഴിച്ചാലോ. അപ്പോൾ ഇതുപോലത്തെ ഒരു ലഞ്ച് കോംബോ എന്തായാലും ഈ നവരാത്രിക്ക് പുസ്തക പൂജയൊക്കെ അല്ലേ വരുന്നത്, കുട്ടികൾക്ക് നോൺ വെജ് ഒന്നും ഉണ്ടാക്കി കൊടുക്കാതെ ഇതുപോലെ ഒരു വെജിറ്റേറിയൻ ലഞ്ച് കോംബോ ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടാവും. നമ്മുടെ ഉച്ചക്കിലത്തെ ലഞ്ചിൻ്റെ റെസിപ്പീസ് എല്ലാം തയ്യാറായിട്ടുണ്ട്. ലഞ്ചിൻ്റെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഊണ് കഴിച്ചാലോ. അപ്പോൾ ലഞ്ചിൻ്റെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വൈകിട്ടത്തേക്ക് പഴംപൊരിയും കൂടെ ഉണ്ടാക്കണമായിരുന്നു. അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് 1 കപ്പോളം മൈദപ്പൊടി, 1 കപ്പോളം കടലമാവ്, 2 കപ്പോളം അരിപ്പൊടി, പിന്നെ ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണോളം, പിന്നെ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഇഡ്ഡലി മാവാണ് കേട്ടോ. ഇഡ്ഡലി മാവ് ഇല്ലെങ്കിൽ ദോശമാവ്. ഇതൊരു സ്പെഷ്യൽ പഴംപൊരി റെസിപ്പിയാണ്. ഇതുപോലെ ഒന്ന് പഴംപൊരി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ പൊടികളെല്ലാം നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ വെള്ളവും ഉപ്പും ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മാവൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാനിതാ പഴം കൂടെ നുറുക്കിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതാ ചീനച്ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിതാ ഓരോന്നോരോന്നായിട്ട് മാവിൽ മുക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഭാഗം മൊരിഞ്ഞു വന്നപ്പോൾ ഞാനിത് അപ്പുറത്തെ ഭാഗം കൂടെ തിരിച്ചിട്ട് കൊടുത്ത് നമ്മുടെ പഴംപൊരിയുടെ സെറ്റായി വന്നിട്ടോ. അപ്പോൾ നമ്മുടെ പഴംപൊരി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വൈകിട്ടത്തെ പഴംപൊരിയും കൂടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ രാത്രിയിലാണെങ്കിൽ വെള്ളാപ്പത്തിൻ്റെ മാവ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതുപോലെ അപ്പമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് സുഷിരങ്ങളൊക്കെ വന്നതിന് ശേഷം ഇതുപോലെ ദോശ പോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ വെള്ളാപ്പത്തിൻ്റെ മാവ് കൊണ്ട് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണേ ഇതുപോലെ അപ്പം ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതേ മാവ് വെച്ചിട്ട്. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ചമ്മന്തിയും കടലക്കറിയും കൂട്ടി അതും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വാട്ട് ഐ കുക്ക് ഇൻ എ ഡേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ദുർഗാഷ്ടമി വിജയദശമി ആശംസകൾ. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്